ബലഹീനൻ തന്നെ. എത്ര കൃത്യമായിട്ടാ ഖുർആൻ പറഞ്ഞത്. ഇത് പറയേണ്ട സാഹചര്യം മക്കയിലുണ്ടായില്ലേ സഹോദരങ്ങളെ? അള്ളാഹുവിന് പുറമെ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ലാത്തമന തൗലിയാക്കന്മാരെ വിളിച്ചു തേടിയിരുന്ന ആളുകളെ, അവരൊക്കെ അള്ളാഹുവിനെ പോലെ അള്ളയാണെന്ന് വിശ്വസിച്ചവരല്ല. പടച്ചോനെ പോലെ എല്ലാ കഴിവും അവർക്കുണ്ടെന്ന് വിശ്വസിച്ചവരല്ല. മരിച്ച് ഹാവുലായി ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനുള്ള ആ ശുപാർശകന്മാര് മാത്രമാണ് ഇവര്. അതാണ് 39-ാം അധ്യായം സൂറത്ത് സുമർ 3-ാമത്തെ ആയത്തിലൂടെ അല്ല പറഞ്ഞത്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചവരുടെ വാദം, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്ന മധ്യവർത്തികളായിട്ടാണ് ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നത്, ഇവർക്ക് ഞങ്ങൾ ഇബാദത്ത് നൽകുന്നത്. എന്നാ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ മുഴുവനും അള്ളാഹുവിലേക്കാണ് ഉയരേണ്ടത്. എന്നാ മുസ്ലിയാക്കന്മാര് പറഞ്ഞത്, അള്ളാഹിനെ പോലത്തെ അള്ളയാണെന്ന് വിശ്വസിച്ചാലേ നമ്മൾ വിളിച്ചു തേടപ്പെടുന്ന വസ്തു ഇലാഹാവുകയുള്ളൂ. പടച്ചോനെ പോലെ സമതിയത്ത് കൊടുത്തെങ്കിലേ നമ്മൾ ആരാധിക്കപ്പെടുന്ന വസ്തു അള്ളാഹു ആവുകയുള്ളൂ. അള്ള കൊടുത്ത കഴിവിൽ നിന്നാണെങ്കിൽ ആരോടും ചോദിക്കാം. ഈ ചോദ്യത്തിന്റെ ഭാഗമാണ്, ഈ ഫത്വയുടെ ഭാഗമാണ് ഈ ഇസ്ലാമിന്റെ സുന്ദരമായ തൗഹീദ് ചവിട്ടിപ്പൊളിച്ച് പിഞ്ഞാണക്കടയിൽ കയറിയ മൂരിയെ പോലെ മുസ്ലിയാക്കന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെള്ളം ചേർത്തപ്പോൾ ഈ ഉമ്മത്തിന് സംഭവിച്ച അപകടം എന്താണെന്ന് ഈ കേരളക്കരയിലെ രംഗം നിങ്ങളത് കണ്ടോളൂ. ഞാനിപ്പോൾ കാണിച്ചത് അജ്മീർ അല്ലല്ലേ? അപ്പൊ ചില ആളുകൾ ചിന്തിക്കൂ, മൗലവി അതൊക്കെ കേരളത്തിന് പുറത്ത് ഏതൊക്കെയോ ഷിയാക്കൾ ചെയ്യുന്നത്, എന്തിനാണ് ഞങ്ങളുടെ മുതുകത്ത് നിങ്ങൾ കെട്ടിവെക്കുന്നത്? ഞങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നാളെ വന്ന് ആരും മറുപടിക്ക് നിൽക്കേണ്ട സഖാഫികള്, മുസ്ലിയാക്കന്മാര്, പുരോഹിത വർഗമേ, ഈ തലപ്പാവുധാരികള് ഈ ഉമ്മത്തിനെ ഏത് നരകത്തിലേക്കാ കൊണ്ടുപോകുന്നതെന്ന് വ്യക്തമായി നിങ്ങൾക്ക് പച്ചക്കറളുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഭയമുണ്ടെങ്കിൽ, അല്പമൊക്കെ ദീനീ ബോധമുണ്ടെങ്കിൽ, സഹോദരാ നീ നെട്ടിക്കുന്ന ആ രംഗമൊന്ന് കണ്ടോളൂ. സ്ത്രീയിലേക്ക് ആ രംഗം വന്നിട്ട് കൊടുക്ക്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്ന സമയത്ത് പറഞ്ഞത് എന്താ? ഖബറൊരു ചാണിനപ്പുറം ഉയർത്താൻ പാടില്ല, അതുമ്മ പട്ടിട്ട് മൂടാൻ പാടില്ല, അതുപോലെ തന്നെ ഒരിക്കലും അതിന്റെ മുകളിൽ ഇരിക്കാൻ പാടില്ല, ഖബറ് തൊട്ട് മുത്താനോ മണക്കാനോ നക്കാനോ പാടില്ല. പക്ഷേ ഇന്ന് ഖബറ് തൊട്ടുമുത്തുന്നു, എന്നിട്ട് പടച്ചുതമ്പുരാനോട് ചോദിക്കുന്ന അങ്ങേയറ്റത്തെ തഖ്വയോടുകൂടി ഭവ്യതയോടുകൂടി ചോദിക്കുന്ന ചോദ്യമാണ് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച തൗഹീദിൽ നിന്ന്, ലാ ഇലാഹയിൽ നിന്ന് ഈ ഉമ്മത്ത് ശിർക്കിലേക്ക് പോകുമെന്നും അവർ കല്ലുകളെ വരെ ആരാധിക്കുമെന്നും വ്യക്തമായി പറഞ്ഞ രംഗം നിങ്ങൾക്ക് അവിടെ കാണാം. സഹോദരങ്ങളെ, നാട്ടുകല്ല് വലിയുല്ലാഹി മക്കാം കേരളത്തിൽ തന്നെയാണ്. അജ്മീറിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ കാര്യമല്ല പറയുന്നത്. ഈ മണ്ണാർക്കാട് ഭാഗത്ത് നാട്ടിവെച്ച ഒരു കല്ലുണ്ട്, നാട്ടുകല്ല് വലിയുല്ലാഹി. അവിടെ തലപ്പാവുധാരികളാണ് സഹോദരങ്ങളെ വരുന്നത്. അതുപോലെ പാലക്കാട് പുത്തരിപ്പാടത്ത് ഒരു മരവള്ളിയുണ്ട്. ആ മരം ഔലിയ, അതിനെ തുണിയിട്ട് മൂടി കുട്ടികളില്ലാത്തവർ അവിടെ വന്നുകൊണ്ട് തൊട്ടിൽ കെട്ടുന്നു. അവിടെ മുസ്ലിയാക്കന്മാര് ദുആ സംഘടിപ്പിക്കുന്നു. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മഹുല്ലാഹ് ചോദിച്ചൊരു ചോദ്യമാണ് ഈ സമുദായത്തോട് നമുക്ക് ആവർത്തിച്ച് ചോദിക്കാനുള്ളത്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് സമുദായമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? എങ്ങനെയാണോ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹാണുള്ളത്? കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സനമുക. അള്ളാഹ്ക്ക് പുറമേ, പടച്ചോന് പുറമേ നീ ആരിലേക്കൊക്കെ അവലംബമാകുന്നവോ അള്ളാഹുവിൽ വരവേൽപ്പിക്കേണ്ട നീ ഏതൊക്കെ മരവള്ളിക്ക് മുമ്പില്, കെട്ടിയ കബറിന് മുമ്പില്, അതുപോലെ നാട്ടപ്പെട്ട കല്ലിന് മുമ്പില് നീ തിരിഞ്ഞാൽ ഫഹുവ സനമുക, അത് നിന്റെ ഹൃദയത്തിൽ നാട്ടിയ കല്ലാണ് മോനെ, വിഗ്രഹമാണ്. എങ്ങനെ ഖബർ വിഗ്രഹമാകുക? വിഗ്രഹത്തിനോടെടുക്കുന്ന പണി ഖബറിനോടെടുത്താൽ ഖബർ വിഗ്രഹമാവും സഹോദര. ഇത് ബാലുശ്ശേരി പറഞ്ഞ വാദല്ല, ഇത് കൃത്യമായ മുജാഹിദികൾ ഉണ്ടാക്കിയതല്ല. 1000 വട്ടം ഖുതുബിയത്തിലൂടെ നിങ്ങൾ വിളിക്കുന്ന മുഹീദ്ദീൻ ശൈഖില്ലേ, അദ്ദേഹം പറയാത്തൊരു
വിശ്വാസം അദ്ദേഹത്തിന്റെ പേരില് കെട്ടിവെച്ച് നിങ്ങൾ വിളിക്കുന്നില്ലേ? ആ ഷെയ്ഖ് ജീലാനിയുടെ ഒറിജിനൽ കിതാബ് മറിച്ചോ? അതിൽ അദ്ദേഹം പറയുന്നു ഇത്. എന്നിട്ട് പറയുകയാണ് ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മാ ശിർകുൽ ഖൽബ്. നിന്റെ ഹൃദയത്തിൽ നീ ശിർക്ക് വെച്ച് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മോനെ. അതുകൊണ്ട് ജഅൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളി പോലെ ശുദ്ധീകരിച്ചോ. എന്താ പള്ളിക്കുള്ള പ്രത്യേകത? ഖുർആനിലെ ആയത്ത് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി എടുത്തു കൊടുക്കുകയാണ്. എന്താണ്? 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 18-ാമത്തെ ആയത്ത് വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദാ. നിശ്ചയം പള്ളികൾ അല്ലാഹുവിന്റെ ഭവനമാകുന്നു. ആ പള്ളിയിൽ അല്ലാഹുവോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇത് പറഞ്ഞ് പഠിപ്പിച്ച ഷെയ്ഖ് ജീലാനിയെ തന്നെ എത്രയോ സമസ്തയുടെ പള്ളിയിലെ ഖുതുബിയത്തിലൂടെ വിളിക്കുന്നില്ലേ? വഉദ്ദനി മിൻ മുരീദി നഹ്ജികൽ അഖ്വം വമിൻ നബീദിക അബ്ദൻ താഇൽ നദ്വ ബസ്റുഫു ഹാദി സിറാത്തൻ അൻത സാലികഹു ഫല്ലാഹു അതകഹു ഫഅൻത മാലികഹു. ഷെയ്ഖ് ജീലാനി വിളിച്ചുകൊണ്ട് ഹിദായത്ത് ചോദിക്കുകയാണ്. നരകത്തിൽ രക്ഷപ്പെടുന്നവരെ താങ്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുതുബിയത്തിലൂടെ ഷെയ്ഖ് ജീലാനി വിളിച്ചു തേടുന്ന സമസ്തയിലെ മുസ്ലിയാക്കന്മാരെ, തലപ്പാവുധാരികളെ, ഈ ഉമ്മത്തിൽ നിങ്ങൾ ഏത് നരകത്തിലേക്കാ കൊണ്ടുപോകുന്നത്? മഹാനായ ഷെയ്ഖ് ജീലാനി പറഞ്ഞതെന്താണ്? ഈമാനുള്ള നിഷ്പക്ഷമതികളെ, ഈ കരാള ഹസ്തങ്ങളിൽ അമർന്നു പോയവരെ ചിന്തിക്കാൻ വേണ്ടിയാ മുജാഹിദുകള് വ്യക്തമായ രംഗങ്ങൾ കാണിച്ചത്. റസൂലുള്ളാഹിന്റെ പ്രവചനം കേരളക്കരയില് പുലർന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇതിന് കൃത്യമായി സമൂഹത്തോട് തെറ്റാണെന്ന് പറഞ്ഞ് ബോധവൽക്കരണം കൊടുക്കേണ്ട പണ്ഡിതന്മാര് വളരെ മുമ്പ് തന്നെ ഫത്വകൾ കൊടുത്ത് അംഗീകരിച്ച് സമൂഹത്തിൽ ഇതിന് വേരോട്ടമുണ്ടാക്കി. കാരണം എന്താണ്? ആത്മീയതയുടെ മറവില് ഈ ചൂഷണമുണ്ടെങ്കിൽ മാത്രമാണ് വരുമാനമുണ്ടാവുക. കാരണം എന്താ? നമ്മുടെ നാട്ടിലെ യഥാർത്ഥ ഖബർസ്ഥാന് വാപ്പാന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠൻ അനുജന്റെ സുഹൃത്തിന്റെ ആ ഖബർസ്ഥാനിലേക്ക് പോയിട്ട് ആ ഖബറാളിക്ക് വേണ്ടി അള്ളാഹുവോട് തേടിയാൽ അവിടെ ചൂഷണമില്ല, അവിടെ ഒരു പ്രത്യേക വരുമാനമില്ല. അതുകൊണ്ട് തന്നെ ആ ഖബർ സിയാറത്ത് ഇവർക്ക് താല്പര്യവുമില്ല. ഇവർ ഖബർ സിയാറത്ത് ടൂറാണ്, ഖബർ സിയാറത്ത് യാത്രയാണ്, വരികയാണ്. എന്തിനാണ് മൗലവിമാരെ, മുജാഹിദുകളെ ഞങ്ങളുടെ പേരിലൊക്കെ വെച്ച് കെട്ടുന്നത്? മാറാപ്പുകളെ ഉമ്മത്തിന് മുതുകിൽ വെച്ച് കെട്ടിയവർ നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളത് അവതരിപ്പിക്കും. പക്ഷേ നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, തേരൂർ അബ്ദുറഹ്മാൻ സഖാഫി നാദാപുരത്ത് വെച്ച് ഹുസൈൻ സലഫി, ആ ബഹുമാനായ ഹുസൈൻ സലഫിയുടെ കൃത്യമായ ഗണ്ണൽ കുമ്പസരിക്കുകയും ഏത്തമിടുകയും എന്നിട്ട് അവസാനം ഇത്തരത്തിലുള്ള നാം ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നു. ഇവിടെ ഇത്രയും കൂടുതൽ ഖബറിന്റെ അടുക്കൽ മഖ്ബറകളിൽ അജ്മീറിലും നാഹൂറിലും അതുപോലെ അതേ ഇബ്രാഹിം ബാത്തുഷ തങ്ങളുടെ ഏർവാടിയിലും പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് അനാചാരം നടക്കുന്നുണ്ട്. പലരും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, പലരും തോന്നിവാസം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന എന്നെ ഗണ്ണിക്കാൻ വന്ന മൗലവി ഇവിടെ ചെയ്ത തോന്നിവാസമാണ് ഞാൻ പറയുന്നത്. കുറെ മഖ്ബറകളിൽ നടക്കുന്ന ശറഇൽ പറ്റാത്ത അനാചാരങ്ങൾ കൊണ്ടുവന്നു ഇവിടെ CD കാണിച്ചിട്ട് പറയുകയാണ് സുന്നികളെ ഏർപ്പാടെന്ന് പറയുന്നു. ഓ മൗലവി, പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? നിങ്ങൾ എന്തായാലും മാത്ര സുന്നി, ഇവരാപ്പെടുത്ത സുന്നി. നിങ്ങളുടെ തലതൊട്ടപ്പം മുസ്ലിയാക്കൾ എഴുതി വെച്ചതായി കേൾപ്പിക്കുന്നത്. നിങ്ങളിങ്ങനെ കുറച്ച് ആൾക്കാരെ എതിർത്താൽ നിങ്ങൾക്കുള്ള സ്ഥാനം എവിടെയാണ് കേട്ടോ? നിങ്ങൾക്കുള്ള സ്ഥാനം എവിടെയാണ് തീരുമാനിച്ചത് കേട്ടോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1951 പ്രശസ്ത പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ എടുത്ത മേൽ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് വല്ല പടുമൂടൻ കുട്ടികളും ഒരഭിപ്രായം പറഞ്ഞാൽ അത് സുന്നി മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ആ തീരുമാനത്തെ അവഗണിച്ചോ അതിക്രമിച്ചോ അഭിപ്രായം പറയുന്നവൻ യഥാർത്ഥ സുന്നിയല്ലെന്ന് മാത്രമല്ല സമസ്തയുടെ ശത്രുവും വഹാബി ചാരനുമാണെന്നതിൽ സംശയിക്കേണ്ടതില്ലെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് അടിവരയിട്ടുകൊണ്ട് ഇവിടെ പ്രസ്താവിച്ചുകൊള്ളുന്നു. ആരാണി പറഞ്ഞതെന്നോ? നിങ്ങളുടെ മുതമുത്തപ്പന്മാരായ മുസ്ലിയാക്കന്മാര് പറയുന്നു, ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്.
എന്താണ് ആ തീരുമാനമെന്നോ? ചെണ്ടമുട്ട് ഹറാമല്ല, കുഴൽവിളി ഹറാമല്ല, അതേപോലെ തന്നെയുള്ള കുറെ സംഗതികൾ പറഞ്ഞിട്ട് അതൊന്നും ഹറാമല്ല എന്ന്, അതൊക്കെ അനുവദിക്കപ്പെട്ട സംഗതിയാണെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് കേട്ടോ. ആ തീരുമാനത്തെ എതിർക്കാൻ വന്നവൻ വല്ല പടുമൂടൻ കുട്ടികളുമുണ്ടെങ്കിൽ അവര് വഹാബിച്ചാരനാണ് കേട്ടോ, അവര് സമസ്തയുടെ ശത്രുവാണ് കേട്ടോ. നിങ്ങൾക്ക് സമസ്തയുടെ സ്ഥാനം, സമസ്തയിലെ നിങ്ങൾക്കുള്ള സ്ഥാനം എവിടെയാണെന്ന് ഞാനാണ് പറഞ്ഞത്, നിങ്ങളുടെ നേതാക്കന്മാരാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അടുത്ത പ്രസംഗത്തിൽ മറുപടി ഉണ്ടെങ്കിൽ പറയണം. ആരൊക്കെയാണ് ഈ കുട്ടും വിളിയും അനുവദനീയമാണെന്ന് പറഞ്ഞത്? കേട്ടോളൂ. സമസ്തയുടെ മുൻകാല പ്രസിഡന്റ് അബ്ദുൽ ബാരി അവറുകൾ, പെരുമ്പടപ്പ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദായ റംലി തങ്ങൾ, ആമയൂർ ഉസ്താദ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പിതാവ് ഇബ്രാഹിം മഖ്ദൂം തങ്ങൾ, ഖുത്ബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, തെന്നിന്ത്യ മുഫ്തി എന്ന ഉന്നത സ്ഥാനം അലങ്കരിച്ച മർഹൂം അബു സാദാത്ത് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാരിഅത്തി തുടങ്ങിയ പണ്ഡിത സാദാത്തുക്കളും, റാഫിഈ ഇമാം, നവവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, ബുജൈരിമി, റംലി തങ്ങള്, ഇമാം ഗസാലി, ഇമാം റാബി, ഇമാം ബുൽഖൈനി, ജാജുർമി, ഇബ്നു ഫൽഖഹ്, ഇബ്നു അബ്ദുസ്സലാം, ഇബ്നു അബ്ദു ഖീഖുൽ ഹീദ്. അതിലുള്ള തെറ്റുകളെന്ന് ഞാൻ വായിക്കാം കേട്ടോ. ബദർ ഇബ്നു ജമാ, അല്ലാമ ഖൽയൂബി, അല്ലാമ ശൈഖ് മുഹമ്മദുൽ ഖലീഫ, ശൈഖ് മുഹമ്മദ് മുഹ്താരിൽ ജാവി തുടങ്ങിയ ഇമാമീങ്ങളും മുട്ടും വിളിയെ സംബന്ധിച്ചും മുട്ടും വിളി നേർച്ചയെ സംബന്ധിച്ചും എന്ത് പറയുന്നു എന്ന് കാണുക, അത് മാത്രം നാം അംഗീകരിക്കുക. ഇതിനെതിരിൽ ന്യായീകരിച്ച് ഏതെങ്കിലും സുന്നി കോലങ്ങൾ എന്ത് തെളിവ് നിരത്തിയാലും നമുക്കൊരിക്കലും അതെടുക്കേണ്ടതില്ല. ഇക്കൂട്ടർ നിരത്തുന്ന എല്ലാ തെളിവുകളും ഇപ്പറയപ്പെട്ട പണ്ഡിതന്മാരും ഇമാമീങ്ങളുമായ മശായിഖന്മാര് മുഖേന കിട്ടിയതാണല്ലോ. അതല്ലാതെ റസൂലിന്റെ അടുക്കൽ നിന്ന് നേരിട്ട് പഠിച്ചു വന്നവരല്ല എന്ന് നമുക്ക് സമാധാനിക്കാം. ആരൊക്കെ ഇപ്പൊ അംഗീകരിച്ച്? ഇനിയും തീർന്നോ സുഹൃത്തുക്കളെ? മമ്പുറത്തെ തങ്ങൾ എന്താ പറഞ്ഞത്? മമ്പുറം തങ്ങളുടെ കൊടി കിട്ടണമെങ്കിൽ പോലും എന്താ നിയമം? നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയുമോ? ഞാൻ വായിക്കുന്നത് സിറാജിൽ നിന്നല്ലേ. എന്താ അതിൽ പറയുന്നത്? മമ്പുറത്ത് നിന്ന് കൊടി കൊണ്ടുപോകാൻ വരുന്നവർ മുട്ടും വിളിയോടും കൂടി വരണമെന്നത് ഇവിടുത്തെ നിയമമാണ്. ആ നിയമം ലംഘിച്ച് വരുന്നവർക്ക് കൊടി കൊടുക്കുകയില്ല. അതിപ്പോഴത്തെ തീരുമാനമായിരിക്കും. തങ്ങളതിന് ഉത്തരവാദിയല്ല എന്നാണോ നിങ്ങളുടെ വാദം? എന്നാ പിടിച്ചു പോക്കറ്റിലിട്ടോ അടുത്ത വരി. തങ്ങളുടെ കാലത്തും ഈ നിയമം കർശനമായിരുന്നു അത്രേ. തങ്ങളുള്ള കാലത്തും ഇത് തന്നെയാണ് പരിപാടി. വളരെ മുമ്പേ പല കച്ചവടമായി രംഗത്ത് വന്നില്ലേ? അവസാനം ഒരു കോടീശ്വരനാകാൻ വേണ്ടി രംഗത്ത് വന്ന സഹോദരങ്ങളെ, ഈ രോമ വ്യാപാരിയുടെ ആദ്യകാലയിൽ രചിക്കപ്പെട്ട പുസ്തകമാണിത്. ഇതിൽ കരിമരുന്നിനെ ന്യായീകരിക്കുന്നു, വെടിക്കെട്ടിനെ ന്യായീകരിക്കുന്നു, ആണും പെണ്ണും കൂടിക്കലലിനെ ന്യായീകരിക്കുന്നു. സഹോദര, കഴിഞ്ഞില്ല ആണ്ട് നേർച്ചയിൽ ഖബർ സിയാറത്തും ശംസുൽ ഉലമ. ഈ പുസ്തകത്തിൽ ഗജവീരന്മാരെ ന്യായീകരിക്കുന്നു, ശൃംഗാരി മേളം അനിവാര്യമാണെന്ന് പറയുന്നു. ഇതൊക്കെ നിങ്ങളുടെ പൂർവികർ രചിക്കപ്പെട്ടതല്ലേ? ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിഞ്ഞില്ല പ്രിയപ്പെട്ട സഹോദര. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പിതാവ് ഷെയ്ഖ് ഇബ്രാഹിം മഖ്ദൂം തങ്ങളാൽ രചിതമായ ബെയ്ത്ത് കാണുക. ഈ ബെയ്ത്തിനെ ആമയൂർ ഉസ്താദ് പതിവായി ചൊല്ലിക്കൊണ്ടിരുന്ന ബെയ്ത്തായിരുന്നു. മുട്ടുംവിളി നേർച്ചയെ എതിർക്കുന്നവർക്കൊരു മറുപടി എഴുതിയിട്ടുള്ള ഈ പുസ്തകത്തിൽ തന്നെ ആ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പിതാവ് ചൊല്ലിക്കൊണ്ടിരുന്ന ആമയൂർ ഉസ്താദ് ഏറ്റുപാടിയിരുന്ന ബെയ്ത്ത്, അതിൽ സഹോദര ഉള്ളതെന്താണെന്നറിയുമോ? നടുപൊങ്ങി തല രണ്ടും വിരിന്തുള്ള കൂപത്തിൽ ഹറാമും അതാ അല്ലാതുള്ള മുട്ടും വബാറുതി ഹലാലും മലാതിട്ടം ലി കുല്ലിൽ മഹല്ലലി കചണ്ടാവരുസും മറ്റ ആലാതി ദർബതി കദഫി മലൈബാരിയും ഗൈബി വിനവ മലൈബാരിയും ഗൈരി ബി അറബന ഹലാലും ഹലാമും ലാ ഹറാമുൽ ലിസംഅതി
മുട്ടുന്ന ശറയിൽ പൂട്ട് അഹ്കാമതാണതൂ വിളിക്കുന്ന ന്യായം നോക്കി കേട്ടോ നിലക്കുമതി. ഇതിങ്ങനെ ന്യായീകരിച്ച് പാടിയിട്ടില്ലേ നിങ്ങള്? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും സഹോദര? മുത്തുനബിയെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിയുടെ ഉപദേശത്തെ കാറ്റിൽ വലിച്ചെറിഞ്ഞുകൊണ്ടല്ലേ, അതിനെ തച്ച് തകർത്തുകൊണ്ടല്ലേ നിങ്ങൾ ഈ ബഹുദൈവ ആരാധന, ശിർക്കിന്റെ പ്രവർത്തനോ, ജൂതക്രിസ്ത്യാനികളുടെ മാർഗത്തിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോയത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് വേണ്ടിയല്ലേ നിങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ കബർ പോലും കെട്ടിയുയർത്തിയിട്ടുണ്ട്, അത് മുത്തൻ നല്ല ഒരു ജാറമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത്, പുതിയ ഫോട്ടോ അതിന് വേണ്ടി വ്യാജമായി ചിത്രീകരിച്ചത്, നിങ്ങൾ കാണാ കാഴ്ചകൾ എന്ന പുസ്തകത്തില് അതിന്റെ പേരിൽ കൊടുത്തത് സഖാഫികളല്ലേ? സഹോദരങ്ങളെ, പലരും വിചാരിച്ചത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ കെട്ടി ഉയർത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുന്ന സമയത്ത് പോലും അവൻ ദുആ ചെയ്തിട്ടുള്ളത് എന്താണ്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ ഒരു നേർച്ചപ്പറപ്പാക്കല്ല നാഥാ, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ല റബ്ബേ. നമുക്കറിയാം, ക്ഷേത്രങ്ങളിൽ പോയാൽ ഹൈന്ദവ സഹോദരങ്ങളുടെ മൂർത്തിയെ തൊട്ടുമുത്തുന്ന, അതിന്റെ മുകളിൽ പാലൊഴിച്ചുകൊണ്ട് കൈകൂപ്പി നിൽക്കുന്ന, അതുപോലെ തന്നെ അവിടെ പുഷ്പം വിതറുന്ന, അവിടെ നിന്ന് ഭസ്മം തൊട്ട് കുറി എഴുതുന്നതൊക്കെ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബറിന്റെ മുമ്പിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യമാണോ? അവിടെ ആനയുണ്ടോ? അവിടെ അമ്പാരിയുണ്ടോ? അവിടെ ചാറ്റുകൊട്ടയുണ്ടോ? അവിടേക്ക് പോകുന്നവര് ഹജ്ജിനല്ലേ പോകുന്നത്? അത് ഉറൂസാണോ? അത് മഹാമഹമാണോ? അല്ലല്ലോ. എന്തുകൊണ്ട് അവിടെ അതായില്ല? അല്ലാഹുവിന്റെ ഹബീബിന്റെ പാദസ്പർശമേറ്റ ആ നാട് ഭരിക്കുന്നവർക്ക് കോടികളില്ലേ കൈകളില്? എന്തുകൊണ്ട് അവർ നടത്തുന്നില്ല? എന്തുകൊണ്ട് അവിടെ ഒരു വ്യാജ സ്വലാത്ത് വകപ്പെട്ടില്ല? അവിടെ ഒരു ചീർണി സ്വലാത്തില്ല? അവിടെ റമദാൻ മാസത്തില് പരിശുദ്ധമായ മരുഭൂമിയില്, മക്കായുടെ ഭൂമിയില് അവിടെ ഒരു സ്വലാത്ത് നഗർ എന്തുകൊണ്ട് ആലിമീങ്ങൾ സംഘടിപ്പിക്കുന്നില്ല? അത് റസൂൽ ചെയ്യാത്തത് കൊണ്ടാണ്. എന്നാൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട്? ആത്മീയതയുടെ പരിവേഷം ചാർത്തിക്കൊണ്ട്, സ്വർഗ നരകങ്ങളെ മുമ്പിൽ കാണിച്ചുകൊണ്ട്, ഈ പാവപ്പെട്ട ഉമ്മത്തിനെ ഭയപ്പെടുത്തിക്കൊണ്ട്, വലിയ തങ്ങന്മാര്, തമ്പ്രാക്കന്മാര്, സഹോദരങ്ങളെ, ഉമ്മത്തിനെ കറവക്കാരൻ തന്റെ പശുവിനെ ചോർത്തുന്ന പോലെ, പാല് ചുരത്തുന്ന പോലെ, പുല്ല് കണ്ടയിടത്തെല്ലാം നാക്കാലികൾ മേയുന്ന പോലെ ഈ പുരോഹിത വർഗം ഈ ഉമ്മത്തിന്റെ മുതുകില് മേഞ്ഞില്ലേ? അവരെ നെക്കിപ്പിഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് സഹോദര പരലോകത്ത് മാപ്പുണ്ടോ? തിരിച്ചു വരാൻ നിങ്ങൾ സമയം കാണിക്കണോ? ഉമ്മത്തെ ഈ കരാളഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കുള്ള അവസരമാണ് ഈ ലൈറ്റ് എക്സിബിഷന്, ഈ മഹത്തായ സമ്മേളനോ. ഇതിലൂടെ കാണിക്കുന്ന തിട്ടാന്തം പോലെയുള്ള കൃത്യമായ രേഖകള്. ഇനിയും നിന്റെ കൽപകം മാറിയിട്ടില്ലെങ്കിൽ, ഹൃദയത്തിലേക്ക് വെളിച്ചം വന്നിട്ടില്ലെങ്കിൽ, നിനക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി സഹോദര. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആക്ക് ഉത്തരം കിട്ടിയില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ടാണല്ലോ അത്തരത്തിലുള്ള ഒരു പരിപാടിയും അവിടെ നടക്കാതിരിക്കുന്നത്. ഓ, അത് നിന്റെ കണ്ടുപിടുത്തമല്ലേ? മുജാഹിദ് മൗലവി നീ ഉണ്ടാക്കിയതല്ലേ എന്ന് പറയാൻ നിൽക്കണ്ട. മരിച്ചു നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വീട്, ആയിഷ റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീട്, ആ ഖബറുള്ള വീട്, അത് സഹോദരങ്ങളെ പള്ളിക്ക് പുറത്തായിരുന്നല്ലോ. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തില് അതിൽ വലിയ ഒരു മതിൽ വെച്ചുകൊണ്ട് അതിനെ ജനതട്ടിയിൽ നിന്ന് ആദ്യമായി മറക്കുകയാണ് ചെയ്തത്. പിന്നീട് നമുക്കറിയാം, പിന്നീട് വന്ന ഭരണാധികാരി ഒരു പഞ്ചകോൺ മതിൽ സ്ഥാപിച്ചുകൊണ്ട് വീണ്ടും ജനതട്ടിയിൽ നിന്ന് രണ്ടാമതൊരു മറ കൂടെ അതിനിടുകയാണ്. ഇന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു ഗ്രിൽസിന്റെ ഉള്ളിലൂടെ ഒരു കർട്ടൻ മാത്രമാണ് കാണുന്നത്. 3 മറ കൊണ്ട് ജനതട്ടിയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ഖബർ എന്തുകൊണ്ട് മറക്കപ്പെട്ടു? ചിന്തിച്ചിട്ടുണ്ടോ? സൗദി അറേബ്യയിൽ പോയ സഹോദര, മുസ്ലിയാക്കന്മാരുടെ കെട്ടുകഥകൾ കേട്ട് ആ രൂപത്തിൽ തെറ്റിദ്ധരിച്ച സുഹൃത്ത് ഇമാം ഇബ്നുൽ ഖയ്യൂം അദ്ദേഹത്തിന്റെ നൂരിയ എന്ന കവിതയിൽ പറയുന്നു, അത് റസൂലുള്ളാഹിന്റെ ദുആക്ക് ഉത്തരം കിട്ടിയതാണ്. വദഅ ബി അല്ലാ യജ്അലൽ ഖബറൻ നബി ഖദ് ലമ്മഹു വസലം മിനൽ ഔസാനി.
فأجاب رب العالمين دعاءه فأحاطه بثلاثة جدران. റസൂലുള്ളാഹി വഫാത്തിന്റെ സമയത്ത് ദുആ ചെയ്തല്ലോ, റബ്ബേ എന്റെ ഖബറ് ഒരിക്കലും തന്നെ ഒരു നേർച്ചപ്പറമ്പാക്കല്ലേ, ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കല്ലേ. അതുകൊണ്ട് 3 മതിൽ കൊണ്ട് മറ കൊണ്ട് ജനതട്ടിയിൽ നിന്ന് അതിനെ തടഞ്ഞു. സഹോദര, ഇതാണ് ഇസ്ലാമിന്റെ കൃത്യമായ രേഖയെങ്കിൽ ഇതിന് വിപരീതമായ സംസ്കാരമല്ലേ ഉമ്മത്തൊന്ന് ചെയ്യുന്നത്. എന്റെ കയ്യിലുള്ളത് സഹോദരങ്ങളെ നിങ്ങൾക്ക് കാണാം. മുളവൂര് മുസ്ലിം പള്ളിയില് ചന്ദനക്കുടം മഹാമഹം, മുളവൂര് മുസ്ലിം പള്ളിയിൽ ചന്ദനക്കുടം മഹാമഹം, ശൃംഗാരിമേളവും ഗജവീരന്മാരും അതുപോലെ തന്നെയുള്ള കൊടിതോരണങ്ങളും അതിന്റെ പുറമെ ദിക്റും സ്വലാത്തും ബഹലുകളും അവിടെ നടക്കുന്നു. എന്റെ കയ്യിൽ ആ സ്ഥലത്തുള്ള പരിപാടിയുടെ പ്രോഗ്രാം നോട്ടീസാണ്. മുളവൂര് മുസ്ലിം പള്ളിയിലെ ചന്ദനക്കുടം മഹാമഹം 22, 23, 24 തീയതി 2011 അതിലുള്ളത് എന്താണ് കേട്ടോളൂ. എരഞ്ഞോളി മൂസയും സംഘവും അവതരിപ്പിക്കുന്ന മെഗാഹിറ്റ് ഗാനമേള വലുതാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ 5 മുതൽ 8 വരെ ചെറിയ ഒരു പേരില് മൗലിദ് പാരായണം, 8 മുതൽ 10 വരെ ശൃംഗാരിമേളം, പിന്നെയോ കാര്യപരിപാടി ചന്ദനക്കുടം ഘോഷയാത്ര, അതുപോലെ തന്നെ യുവനാഥൻ തിയേറ്റേഴ്സ് അവതരിക്കുന്ന ശൃംഗാരിമേളം, കൊച്ചിൻ വോയ്സ് അവതരിപ്പിക്കുന്ന മാപ്പിള ഗാനമേള, മൂവാറ്റുപുഴ സംഗീതമിലൻ അവതരിപ്പിക്കുന്ന കരേക്കെ ഗാനമേള. ഈ കൂത്താട്ടങ്ങൾ നടക്കുന്നിടത്ത് മുസ്ലിയാക്കന്മാർ പോയി ഇത് ഹറാമാണ് തമ്മാടിത്തമാണെന്ന് പറയാൻ അവർക്ക് സാധ്യമല്ല. കാരണം എന്താണ്? എന്റെ കയ്യിലുള്ള മറ്റൊരു നോട്ടീസ് നോക്കിക്കോ. ഭീമാപള്ളി ദർഗയിലെ മഹാമഹം ഈ ഉറൂസിന്റെ കാര്യപരിപാടി എന്താ? ദുആ പ്രാർത്ഥന അബ്ദുൽ അസീസ് അൻസാരി, പട്ടണ പ്രദക്ഷിണം ദുആ പ്രാർത്ഥന സുലൈമാൻ സഖാഫി, പതാക ഉയർത്തല്, മതപ്രസംഗം സുലൈമാൻ സഖാഫി, മതപ്രസംഗം സബീർ സഖാഫി, മതപ്രസംഗം അബ്ദുറഹ്മാൻ ഫൈസി പാതിരിമല്ല, അതുപോലെ മതപ്രസംഗം ആടവന ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ. ഇവിടെയാണ് സഹോദരങ്ങളെ അന്നദാനവും ഖത്തം ദുആയും അതുപോലെ തന്നെ ഗാനമേളയും ആണും പെണ്ണും കൂടിക്കലർന്ന് തോന്നിയാസങ്ങളും ഭീമാ പള്ളിയുടെ മുറ്റത്ത് നടക്കുമ്പോ, ഭീമാ ഉമ്മച്ചെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ പുരോഹിത വർഗത്തിന് സാധിക്കുകയില്ല. കാരണം അവർ ആത്മീയതയുടെ മറവിൽ ഈ ഉമ്മത്തിനെ ചൂഷണം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവിടെ പേരോട് കരഞ്ഞില്ലേ ഞാനത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് കരയാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളുടെ കൃത്യമായ പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കുന്ന ഖബറുകളും ജാലങ്ങളും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും പണ്ട് നിങ്ങൾ മുജാഹിദുകളുടെ കടന്നുകയറ്റത്തെ ഒന്നിച്ചെതിർക്കാൻ വേണ്ടി ഒരുമിച്ചിട്ടുള്ള കൊണ്ടോട്ടി ജാറത്തിൽ കൊണ്ടോട്ടി ഷെയ്ഖിന്റെ ദർഗയിലുമൊക്കെ നടക്കുന്ന നേർച്ചകൾ നിങ്ങൾക്ക് കാണാം. ആദ്യമായി നിങ്ങൾ കാണുന്ന രംഗം മമ്പ്ര മക്കാമിലെ കളിയാട്ടം, അഥവാ മമ്പ്ര മക്കാലെ നേർച്ചല്ല, മമ്പ്ര മക്കാമിലെ കളിയാട്ടം എന്ന് പറഞ്ഞാൽ കളിയാട്ടക്കാവിൽ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ഉത്സവത്തിന്റെ ഭാഗമായി ആദ്യമായി ബർക്കത്തെടുക്കാൻ മമ്പറത്തേക്ക് വരുന്നു. മമ്പറത്ത് വന്ന് ആ പള്ളിയുടെ മുമ്പിൽ, ആ പരിശുദ്ധമായ പള്ളിയുടെ മുമ്പിൽ അവർ തുള്ളിച്ചാടുന്നു, സകലമായ പ്രവർത്തനങ്ങളും ചെയ്യുന്നു. അത് തലപ്പാപ്പുപാടികൾ നോക്കി നിൽക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിങ്ങളോട് ഇത് മത തീവ്രവാദം പറയലല്ല, മതാന്തത ബാധിച്ചവന്റെ വാക്കല്ല. ഇസ്ലാമിന് സുന്ദരമായ ആദർശമുണ്ട്. മത സൗഹാർദ്ദം ഇസ്ലാമിലില്ല, മനുഷ്യ സൗഹാർദ്ദമുണ്ട്. അയൽവാസി ജൂതനാണെങ്കിൽ പോലും അവൻ പട്ടിണി കിടന്നാൽ ഒരിക്കലും തന്നെ ഞാൻ മുസ്ലിം ആകില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് നല്ല ഒരു കറിയുണ്ടാക്കിയ നിന്റെ അയൽവാസിയുടെ ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, അതിൽ അല്പം വെള്ളമൊഴിച്ച് നീ ആ കറി നീട്ടിയവന് കൊടുക്കണമെന്ന് പഠിപ്പിച്ച അതേ ഇസ്ലാം ആരാധനകൾ പങ്കുവെക്കാൻ പഠിപ്പിച്ചില്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ഈ മതസൗഹാർദ്ദത്തിന്റെ സുന്ദരമായ മുഖത്തെ തച്ചു തകർക്കാനാണ് മുജാഹിദുകൾ വന്നതെന്ന് അമുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കൃത്യമായ ഇസ്ലാമിന്റെ വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളല്ലാതെ ആളില്ല സഹോദരങ്ങളെ ഈ സമുദായത്തിൽ. അതുകൊണ്ട് പ്രമാണങ്ങളിൽ നിന്ന് ഈ സമുദായം തീരുപടിക്കട്ടെ. വഴിതെറ്റിയ സമുദായത്തിന്റെ സംസ്കാരം കണ്ടുകൊണ്ട് നിങ്ങൾ വഴിതെറ്റല്ലേ എന്നറിയാൻ വേണ്ടിയാണ് കളിയാട്ടക്കാവിലെ ഉത്സവത്തിന്റെ ദിനത്തിൽ മമ്പ്രം പള്ളിയിൽ വന്ന് ആദ്യം കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടോട്ടി നേർച്ചയും ഭീമാപള്ളി ഉറൂസും കാണും. മൂന്നും ഒരുമിച്ച് ഈ സമുദായത്തിൽ അനാചാരം ഒന്ന് കണ്ടോളൂ.
യുവാക്കൾ ആ ദിവസത്തിൽ വന്ന് നായാട്ട് നടത്തുകയാണ്, അവരെ ആസ്വദിക്കുകയാണ്. കാരണം എന്താണ്? നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കുറെ നിസ്കരിച്ച് നോമ്പോറ്റ് കഷ്ടപ്പെട്ടുകൊണ്ടൊന്നും കാര്യമല്ല, മരിച്ച മഹാന്മാരെ ആദരിക്കണം, അതുകൊണ്ട് തന്നെ ആണ്ട് കൊണ്ടാടണം, അതുപോലെ നേർച്ചകളിൽ പങ്കെടുക്കണം, ഉറൂസ് മഹാമങ്ങളിൽ കണ്ണികളാകണം. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. കാരണം സാദാത്യങ്ങൾ, ആരിഫ്യങ്ങൾ, തങ്ങന്മാർ, മഹാന്മാർ ഈ ഖബറിലൊക്കെ കിടക്കുന്നവര് നാളെ പരലോകത്ത് അവർ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവരെ പ്രീതിപ്പെടുത്തിയതിന്റെ പേരിൽ നമുക്കും ചുളിവിൽ സ്വർഗത്തിൽ കിടക്കാം എന്ന ആ ഒരു വികലമായ വിശ്വാസം ഈ സമുദായത്തിന്റെ മുരുകില് ഈ മുസ്ലിയാക്കന്മാർ കെട്ടിവെച്ചത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ദീനീബോധമില്ലാത്ത ധാർമ്മികത തകർക്കുന്ന സംസ്കാരങ്ങൾ അവിടെ കാട്ടിക്കൂട്ടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് അവിടെ തുറക്കാത്ത പെണ്ണുങ്ങള് ബർക്കത്തിന്റെ പഴത്തിന് വേണ്ടി കൊടി തൊട്ടുമുത്താൻ വേണ്ടിയിട്ട് ആണുങ്ങൾ കൂടെ ഒരുമിച്ച് ഉരസുന്നില്ലേ? ഇസ്ലാമിക വേഷം ധരിച്ച് ഒരു പെണ്ണ് പള്ളിയിലേക്ക് വന്ന് നമസ്കരിച്ചു പോയാൽ അത് ഹറാമാണ്. അവിടെ പെണ്ണുങ്ങൾ വേണം, മുജാഹിദുകൾക്ക് പള്ളിയിലെ വേശ്യാലയമാണ് മുജാഹിദ് പള്ളി എന്ന് വിളിച്ചു പോകുന്ന മുസ്ലിയാക്കന്മാരെ, നിങ്ങൾക്കതിന് തെളിവില്ല. അത് ഹദീസിന്റെ പിൻബലത്തിലാണെങ്കിൽ ഇത് ഏത് പ്രമാണത്തിന്റെ പിൻബലത്തിലാണ്? നിങ്ങൾക്ക് ഇതിന്റെ പ്രതിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അള്ളാഹുവിന്റെ ഖുർആൻ യുവാക്കളെ, യുവതികളെ, മുസ്ലിം സഹോദരങ്ങളെ നമ്മോട് പറഞ്ഞതെന്താണ്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അറിവില്ലാത്തൊരു വിഷയത്തിന്റെ പിന്നിൽ അന്ധമായി നിങ്ങൾ പോകണ്ട, അന്ധമായി പോകണ്ട. അന്ധമായി പോയാൽ ഇവർ ആരും സഹായിക്കാനുണ്ടാവില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് ഖുർആൻ ഉയർത്തിപ്പിടിച്ച സന്ദേശം അത് സ്വീകരിച്ച് മുന്നേറ്റിക്കോ. അതാണ് ആദം നബിയിലൂടെ അല്ലാഹു കൊടുത്തയച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമരമായ തൗഹീദിന്റെ സന്ദേശം. എന്റെ ജീവിതത്തിൽ നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും സ്തുതികളും സുജൂദുകളും സത്യം ചെയ്യലുകളും എല്ലാം ഞാൻ റബ്ബിന് മാത്രം, ഒരു പടപ്പിന്റെ മുമ്പിൽ ഞാനത് സമർപ്പിക്കുകയില്ല എന്ന കൃത്യമായ ബോധമാണ് ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, ആ ഒരു ബോധത്തിൽ നിന്ന് ഈ ഉമ്മത്ത് മാറുകയും ശിർക്കിലേക്ക് എത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ പറയുകയാണ് എന്ത്? ഒരിക്കലും ഞങ്ങൾ ശിർക്കിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ പ്രവാചകൻ ഈ ഉമ്മത്തിൽ ശിർക്ക് വരുമെന്ന് പ്രവചിച്ചത് ഏത് ശിർക്കിനെ പറ്റി ഞങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കി? അല്ലാഹനെ പോലത്തെ അള്ളയാണെന്നാണോ? എങ്കിൽ മക്കത്തെ മുശ്രിക്കുകളെ മുശ്രിക്ക് എന്ന് പറയാൻ പറ്റുമോ? അവർ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി വിളിച്ചത്. ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളെ ബഹുദൈവ ആരാധകർ എന്ന് പറയാൻ പറ്റുമോ? അവർ ദൈവത്തിലേക്ക് അടുക്കാനുള്ള മൂർത്തികളായിട്ടാണ് ഞങ്ങൾ ഇവരെ കാണുന്നത് എന്നാ പറഞ്ഞത്. ഈ ഞങ്ങളുടെ മൂർത്തികൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ, ഒരു ഉപദ്രവം വരുത്തണമെങ്കിൽ യഥാർത്ഥ ഈശ്വരന്റെ നിയമം വേണം, അവന്റെ കഴിവിൽ നിന്ന് കിട്ടണം എന്ന് വിശ്വസിക്കുന്നവരെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയ കള്ളനാണയമാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കാം. കാരണം എന്താ? രണ്ടും ഒന്ന് തന്നെയാണ്. രാമൻകുട്ടി രായൻകുട്ടി തമ്മിൽ എന്ത് മാറ്റാനുള്ളത്? ഈ വിശ്വാസപ്രകാരമാണെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പ്രവാചകൻ പഠിപ്പിച്ച ഈ സുന്ദരമായ ആദർശത്തിൽ വെള്ളം കലർന്നത്, ഈ ആദർശം അലീവസപ്പെട്ടതിന്റെ കാരണം എന്താ? ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ജാഹിലിയത്തിലെ ശിർക്ക് അതിങ്ങനെ ഓരോ തലമുറയും സീറ്റ് ഏറ്റുവാങ്ങിയ പോലെ ഈ ഉമ്മത്ത് മക്കയിലുണ്ടായ മുശ്രിക്കുകളുടെ വിശ്വാസത്തിലേക്ക് മാറുവാൻ കാരണമായത് ഇവരുടെ കൂടെ ജീവിച്ചുകൊണ്ട് അന്യമത വിഭാഗങ്ങളിലെ ആചാരങ്ങൾ കടമെടുത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നതല്ല. നിങ്ങൾക്ക് കൃത്യമായി അത് ബോധ്യപ്പെടുത്തി തരും ആര്? ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഡയറക്ടർ എന്നൊക്കെ പറയുന്ന റഹ്മത്തുള്ളാഹി ഖാസിം മൂത്തേടം മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ചു പോയ ഷിർക്കിന്റെ കാരണം, മൂലധാര അതിന്റെ കൃത്യമായ സ്രോതസ് എവിടെ നിന്നാണ് എന്ന് ഞാൻ പറയണ്ട. ആ ഭാഗം നിങ്ങൾ ഒന്ന് കൃത്യമായി കേട്ടോളൂ. നല്ലോണം ചിന്തിക്കണം. മഴ പെയ്തതിന്റെ പിറ്റേന്ന് രാവിലെ നമുക്കൊക്കെ ഉള്ള ഒരു സുഖക്കടാണ് തിരുവാതിരന്റെ ആഘോമ്പറവും വിഷുവിന്റെ അല്ലേ അങ്ങനല്ലേ പറയാറില്ലേ? അല്ലേ വിഷുവിന്റെ ആഘോമ്പറവും ഇതൊക്കെ സത്യത്തിൽ ഈ സെക്യുലർ സൊസൈറ്റിയിൽ വന്നു പോയത് ഷിർക്കിന്റെ അഹലുകാരി കൂടി താമസിച്ചപ്പോ ബഖയ്യത്തു ഷിർക്ക് നമ്മളിലേക്ക് കടന്നു വന്നതാണ്. ആ ഷിർക്ക് നമ്മളിലേക്ക് കേറി വന്നതാണ്. നിങ്ങളിത് ചിന്തിക്കണം. ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയുടെ മധ്യത്തിൽ ജീവിച്ചു നോക്കൂ നിങ്ങൾ. വളരെ പ്രധാനമായ ഒരു കാര്യം. അങ്ങനെയാണല്ലോ കാര്യം. അത് തന്നെയാണല്ലോ കാര്യം.
അങ്ങനെ തന്നെയാണ് കാര്യം. ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ മധ്യത്തിൽ ജീവിച്ചപ്പോൾ അവരിൽ നിന്ന് ആചാരങ്ങളും സംസ്കാരങ്ങളും കടമെടുത്ത് ഇവർക്ക് അങ്ങോട്ട് നൽകേണ്ടതിന് പകരം സുന്ദരമായ ഇസ്ലാമിനെ പകർന്നു കൊടുക്കേണ്ടതിന് പകരം മാലിക് ദീനാറും കൂട്ടരും ഈ കേരളത്തില് സഹോദര കാലുകുത്തിയപ്പോൾ സാമൂതിരിയെ പോലെയുള്ള സംസ്കാര സമ്പന്നതയുടെ തറവാട്ടിൽ പറഞ്ഞ നാട്ടുരാജാക്കന്മാര് ഹൃദയം തുറന്നു വെച്ചവരെ സ്വീകരിച്ചത് സഹോദര മുസ്ലിം സമുദായത്തിന്റെ സമത്വം കണ്ടുകൊണ്ടായിരുന്നു. ശുദ്ധമായ വിശുദ്ധം നിറഞ്ഞ അവരുടെ ജീവിതം കണ്ടുകൊണ്ടായിരുന്നു. അല്ലാതെ അവരുടെ കൂടെ ലയിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് ഒഴുകാമെന്നതല്ല ചിന്തിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ദഅവത്ത് നടത്തുന്ന കാലത്ത് മക്കത്തെ മുശ്രിക്കുകൾ തറവാടികൾ റസൂലുള്ളാഹിനെ വന്നുകൊണ്ട് അവസാനം ഒരു മധ്യസ്ഥ ശ്രമത്തിന് ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞത്, മുഹമ്മദേ, നീ നിന്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചോ, അത് നീ പറഞ്ഞോ, അത് ഞങ്ങളും വേണമെങ്കിൽ അനുസരിച്ചോളാം, പക്ഷേ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലെത്തണം. അഥവാ ഞങ്ങൾ വിളിച്ചു തേടുന്ന ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ കഅബാലയത്തിൽ നാട്ടിവെച്ച കല്ലുകളുടെ മുമ്പിൽ എത്തുമ്പോൾ നീ ഒന്ന് കൈയുയർത്തിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം വിയർക്കുകയാണ്, ആയത്തുകൾ അവതരിക്കുകയാണ്. ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ ഇസ്ലാം. ഇഷ്ടമുള്ളത് സ്വീകരിക്കാൻ അവസരമുണ്ട്, പക്ഷെ നിർബന്ധിക്കേണ്ടതില്ല. അതിന് പകരം അവരിൽ നിന്ന് ആചാരങ്ങൾ കടമെടുത്തിട്ട് ഇപ്പോഴും പുരോഹിത വർഗം വിളിച്ചു പോകുന്നു, മുസ്ലിം ഉമ്മത്തിൽ ശിർക്കില്ല. സഹോദര, എന്റെ കയ്യിലുള്ളത് മാതൃഭൂമി 2000 നവംബർ മാസത്തിൽ ഇറങ്ങിയ ഒരു വാർത്തയാണ്. ഈ പത്രക്കട്ടിങ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കട്ടെ. എന്റെ നിഷ്പക്ഷമതികളായ ഹൃദയം തുറന്നു വെച്ച സുഹൃത്തുക്കളോട്, സഹോദരികളോട്, ഈ കേസറ്റ് നാളെ ശ്രമിക്കുന്നവരോട് പറയാനുള്ളത് കേട്ടോളൂ. നബീസുമ്മക്കും ജസീറക്കും സുബ്രഹ്മണ്യ സന്നിധിയിൽ തുലാഭാരം, പയ്യന്നൂർ സുബ്രഹ്മണ്യ സന്നിധിയിൽ നഫീസുമ്മ തേങ്ങി. കഷ്ടതയിൽ നിന്ന് കരകയറാൻ തൊടുകയോടെ പ്രാർത്ഥിച്ച് ക്ഷേത്ര നടയിൽ തുലാഭാരത്തട്ടിൽ പൂവൻ പഴവും ഇളനീരും പ്രസാദമാക്കി കയറിയിരുന്നു. ശ്രീകോവിലിന് മുമ്പിലെ തൂക്കുവിളക്കിൽ നിന്ന് പടർന്നുയർന്ന പ്രകാശത്തെ നോക്കി കണ്ണീർ തീർത്ത നഫീസുമ്മ തുലാഭാരത്തട്ടിൽ നിന്നിറങ്ങിയപ്പോൾ പേരക്കുട്ടി ജസീറക്കും ഇളനീർ കൊണ്ട് ഒരു തുലാഭാരം കൂടി. ഇനി ആരാ നഫീസുമ്മ കേട്ടോളൂ. അല്ലാഹുവിൽ മനസ്സ് പൂർണ്ണ സമർപ്പണം നടത്തി 5 നേരം നിസ്കരിക്കുന്ന നഫീസുമ്മ മകൾ സുബൈദക്കും പേരക്കുട്ടിക്കുമൊപ്പം പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ജാതി മതവർഗഭേദം നേർത്തെളിഞ്ഞില്ലാതെയാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് അമുസ്ലിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ശുദ്ധമായ ഏകദൈവ പഠിപ്പിച്ച, ഏകദൈവാധാര പഠിപ്പിച്ച പരിശുദ്ധ മതം നിങ്ങൾ പാരായണം ചെയ്യുന്ന ആ ഗ്രന്ഥങ്ങളുടെ അന്തസാരത്തിലേക്ക് ഇറങ്ങിയാൽ പോലും അവിടെ പോലും ശുദ്ധമായ ഏകദൈവ ആരാധന പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സകല ഗ്രന്ഥങ്ങളുടെയും സമഗ്രമായ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടാത്ത ഇന്നും ലോകത്തിനു മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഖുർആൻ, ആ പ്രവാചകന്റെ വിശുദ്ധ ജീവിതം, അത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ സമൂഹത്തിൽ ഇന്ന് മുസ്ലിങ്ങൾ കാട്ടിക്കൂട്ടുന്ന വിശ്വാസ വൈകല്യങ്ങളും അതുപോലെ തന്നെ അനാചാരങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചതല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ഇത് പറഞ്ഞു കൊടുക്കുന്ന മുജാഹിദികളെ പുത്തൻവാദികൾ പിഴച്ചുപോയവരെന്ന് വിളിക്കുന്നു മുസ്ലിയാക്കന്മാരെ. എന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താണിന്ന്? ഞാൻ എന്റെ തുടക്കത്തില് ഈ വിഷയത്തിലേക്ക് വേണ്ടി ചൊല്ലിവെച്ച നമ്മെ ചിന്തിപ്പിക്കുന്ന മധുരമായ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ഇന്ന് പ്രത്യേകം പറയേണ്ട ഒരു പശ്ചാത്തലം കൂടിയാണ്. എന്താണ് ആയത്ത്? വിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്ത് 41-ാമത്തെ ആയത്ത്. അതിലൂടെ എന്താ പറയുന്നത്? മസലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ